എല്ലാം കൂടെ കൂടിയ സ്ഥലത്തിനാണ് പണ്ട് ഷാം എന്ന് പറയുന്നത്. ഇന്നത്തെ ട്രാൻസ്ജോർഡാന്, സിറിയ, ഇന്നത്തെ സിറിയ, ലെബനോൺ, പലസ്തീൻ, ഇതൊക്കെ എതിരുപെടും, ഷാം എന്നുള്ള പരിധിയിൽപ്പെടും. ഷാമിന് ഒരുപാട് ഫളായിലുകൾ ഹദീസിലുണ്ട്. യമനിനും കുറേ ഫളായിലുകൾ വന്നിട്ടുണ്ട്. രണ്ടും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഫളായിലുകൾ ഏതിലായിരിക്കും? ഷാമിലായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. യമനേക്കാളും ഫളായിൽ ഷാമിനുണ്ട്. സഹാബിമാരിൽപ്പെട്ട പല ആൾക്കാരും ഷാമിൽ പോയി താമസിച്ചിട്ടുണ്ട് ഉമർ ഖത്താബിൻ്റെ കാലത്തിന് ശേഷം. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സഫ്വാൻ ഒരിക്കൽ ഷാമിലെത്തിയപ്പോൾ, ഷാമിൽ താമസം തുടങ്ങിയിട്ടുള്ള ആളാണ്, ഷാമിൽ പോയി താമസിച്ചിട്ടുള്ള സഹാബിയാണ് അബൂദർദ. അപ്പോൾ അബൂദർദാനെ കാണാൻ വേണ്ടി ഫാത്തയിത്തു അബൂദർദ, ഞാൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്നു. ഫലം മജിദുഹു, വീട്ടിൽ ചെന്നപ്പോൾ മൂപ്പര് സന്ദർഭവശാൽ വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല. അപ്പോൾ വജത്തു ഉമ്മദ്ദർദ റളിയല്ലാഹു അൻഹ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുദ്ദർദ വീട്ടിലുണ്ട്. ആ സന്ദർഭത്തിൽ ഫഖാലത്ത്, ഞാൻ അബൂദർദാനെ അന്വേഷിച്ചു എവിടെയെന്നൊക്കെ ചോദിച്ച കൂട്ടത്തിൽ അവർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, അതുരീദുൽ ഹജ്ജ് ഹാദൽ ആം, ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. ആരോട്? അബ്ദുല്ലാഹി ഇബ്നു സഫ്വാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഹാബി തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു സഫ്വാൻ സഹാബിയാണ്. ഈ വർഷം നിങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫഖുൽതു നഅം, അതെ ഈ വർഷം ഞാൻ ഇൻഷാ അല്ലാഹ് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംഭവം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കറിയണ ഒരു എൽമ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ കാര്യങ്ങൾ ഉണർത്തിയിരുന്നു. ഭയങ്കര രസകരമായ ഒരു കാര്യമാണ് അത്. ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വിട്ടളി, മനസ്സിലായെങ്കിൽ ഹൈറ്. അപ്പോൾ ഉമ്മുദ്ദർദ അവരോട് പറയാണ്, ആര്? ഉമ്മുദ്ദർദ സ്ത്രീ, അവർ സഹാബിയത്തായ വനിത, അവർ അബ്ദുല്ലാഹി ഇബ്നു സഫ്വാനോട് പറയാണ്, ഫദ്ഉല്ലാഹ ലനാ ബിഖൈർ, ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട്, ഖൈറിന് വേണ്ടിയിട്ട് ദുആ ചെയ്യും. അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ എന്ത് പറയും? എന്നോട് സുബൈർ ഇതുവരെ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് എന്തായിരുന്നു? ദുആ ചോദിക്കരുത്, എന്നാണ് പറഞ്ഞത്. എന്നടാ കാറ് കുത്തുന്നപ്പോൾ എനിക്ക് വേറെ വർത്താനം, ക്ലാസ് എടുക്കുമ്പോൾ വേറെ വർത്താനാണോ? അങ്ങനെ മനസ്സിലാകാം. അത് ഓരോരുത്തരും അതിൻ്റെ ലെവൽ, അവരെ ഫഹമിനനുസരിച്ച്. എന്നതല്ല, ആ വിഷയത്തിൻ്റെ ക്യാമ്പിലേക്ക് വരാം. ഇനി നമുക്ക് വരാം. എന്നിട്ട് പറഞ്ഞു, ഫഇന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ, ഞാനിത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. എന്താ നബി പറയാറുണ്ടായിരുന്നത്? ഇനി വളരെ ശ്രദ്ധിക്കുക. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹ്രിൽ ഗൈബി മുസ്തജാബ. ദഅവത്തുൽ മുസ്ലിമി, മർഇൽ മുസ്ലിമി, മുസ്ലിമായ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നു. ആർക്ക്? ലി അഖീഹി, തൻ്റെ ഒരു സഹോദരനായ മുസ്ലിമിന് വേണ്ടി. എങ്ങനെയാണ് ദുആ ചെയ്യണത്? ബിളഹ്രിൽ ഗൈബ്, അയാളുടെ സാന്നിധ്യത്തിലോ അയാൾ ആവശ്യപ്പെട്ടാലോ അല്ല, ദഹറുൽ ഗൈബിൽ. ഇപ്പം എനിക്ക് അള്ളാഹ് തൗഫീഖ് നൽകി ഒരു ഉംറക്ക് അല്ലെങ്കിൽ ഒരു ഹജ്ജിന്, ഞാൻ ഇവിടുന്ന് ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ പോയി. ഞാൻ അവിടെ എത്തിയ സമയത്ത് നമ്മളായിട്ടൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടിരുന്ന ഓരോ ആൾക്കാരും അവരെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ഖൈറിന് ആഖിറത്തിലും ദുനിയാവിലും അല്ലാഹ് ഖൈർ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ അവരിനോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. ദഹറുൽ ഗൈബിൽ അങ്ങനെ ആ ദുആ ചെയ്തു. എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യക്കും ഒക്കെ നമ്മൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കാണുന്നതും ബന്ധപ്പെടുന്നതും ആയ ആളുകളാണ്. അവർക്ക് അവരെ ദീന് ശരിയാക്കി കൊടുക്കണേ റബ്ബേ, അവർക്ക് ഈമാനിലും തൗബയിലും മരിച്ചു പോകാൻ അവർക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുക്കണം. അവർ ജീവിക്കണ കാലം അത്രയും അവരെ തൗഹീദിലും സുന്നത്തിലും ജീവിപ്പിക്കണം.
അവരെ വലിയ പരീക്ഷണങ്ങളിലൊന്നും അകപ്പെടുത്താതെ എൻ്റെ കാവലുണ്ടാകണം എന്ന് അള്ളാഹിനോട് ഞാൻ അവരാവശ്യപ്പെട്ടിട്ടൊന്നല്ല. ഞാൻ ലെഹറുൽ ഖൈബിൽ ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്താൽ മുസ്തജാബ, അതിന് വേറെ ഇരക്കലോ നിർബന്ധമൊന്നുമില്ല. അതാണ് അതിൻ്റെ നേച്ചുറലായിട്ടുള്ള, അതിൻ്റെ സ്പോണ്ടാനിയസ് ആയിട്ടുള്ള അതിൻ്റെ ഫ്ലോ ആണത്. നമ്മളെ ലൈഫിൻ്റെ ഫ്ലോ അതാണ്. ഈമാനികമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഫ്ലോ ആണത്. അപ്പോഴാണ് നമ്മളൊരു ഈമാന്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തമ്മിലുള്ള ഉഹുവത്ത്, യഥാർത്ഥമായ ഉഹുവത്ത്. മറ്റേ വാക്കും വരും, മനസ്സിലായില്ലേ? എങ്ങനെ പറയും, കണ്ടാ ഭയങ്കര ലോകം, കഴിഞ്ഞ് അതല്ല ശരിക്കും. അപ്പം ആ ഉഹുവത്ത് ശരിക്കും ഉണ്ടെങ്കിൽ, മനസ്സിൽ തട്ടിയതാണെങ്കിൽ, അപ്പം അതെന്ത് ചെയ്യും, അയാളത് സ്വാഭാവികമായിട്ടും അവിടുന്ന് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരാൾ ആവശ്യപ്പെടാതെ അയാളെ ഓർമ്മിച്ച് ദുആ ചെയ്ത്, ദുആനേക്കാൾ വലുതൊന്നും നമുക്ക് വേറെ കൊടുക്കാമല്ലോ. 50 റുപ്യ കൊടുത്താൽ അതുകൊണ്ട് തിന്നാൻ കഴിഞ്ഞ്, വേറൊന്നും കിട്ടാനില്ല. വേറെ എന്തെങ്കിലും തന്നു തീരും. അതൊക്കെ ഈ ദുന്യാവിലെ സാധനങ്ങളാണ്. ഇതിനൊന്നും ഒരു വിലയില്ല. നേരെ വെച്ച് നമ്മളൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അതൊരു വില ഉള്ളതാണ്. അത് നമ്മളൊരാൾക്ക് കൊടുത്താൽ അതിൻ്റെ അർത്ഥമുണ്ട്. അയാളോടുള്ള ഉഹുവത്ത്, ആ തന്നെപ്പോലെ തൻ്റെ സഹോദരനെ കാണുന്നു, അതാണ് സാഹോദര്യം. അത് അതിൻ്റെ സ്പോണ്ടാനിയസ് ആയ ലെവലിൽ, അതിൻ്റെ നേച്ചുറലായ ലെവലിൽ, അതിൻ്റെ സ്വതസിദ്ധമായ ഫ്ലോയിൽ അത് വന്നാൽ അപ്പോൾ അത് മനസ്സിൽ തട്ടിയതാണ്. അപ്പം അതുകൊണ്ട് മുസ്തജാബ, അത് അള്ളാഹ് സ്വീകരിക്കുന്ന ദുആണ്. എന്നിട്ട് പറഞ്ഞു, മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈർ. അങ്ങനെ ദുആ ചെയ്യുന്ന തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ബഹറുൽ ഖൈബിൽ ദുആ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ തലൻ്റെ അടുക്കൽ ഒരു മലക്കിനെ അള്ളാഹ് ഏൽപ്പിക്കും. എന്നിട്ട് മലക്ക് ഉണ്ട്, മുവക്കൽ, അയാളെ കൊണ്ട് അള്ളാഹ് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈർ, തൻ്റെ ഒരു സഹോദരന് ഖൈർ കിട്ടട്ടെ, ഖൈറിന് വേണ്ടിയിട്ട് പിന്നെ അയാൾ ദുആ ചെയ്യുമ്പോഴെല്ലാം ഖാലൽ മലക്കുൽ മുവക്കൽ, ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് പറയും, ആമീൻ വലക ബിമിസ്ലിൻ. അള്ളാഹുവേ, ഇയാൾ നടത്തിയ ദുആ അത് അതിൻ്റെ സത്യസന്ധമായ ദുആണ്, സിദ്ഖിൽ നിന്നുള്ള ദുആണ്. അതുകൊണ്ട് റബ്ബേ നീ അത് സ്വീകരിക്കണം. വലക ബിമിസ്ൽ. എന്നിട്ട് ഈ മലക്ക് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കും. ഈ പ്രാർത്ഥിച്ചാൾക്ക് വേണ്ടിയിട്ട് മലക്ക് പ്രാർത്ഥിക്കും, എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് നടത്തിയ ദുആ അല്ലാഹ് സ്വീകരിക്കട്ടെ, നിനക്ക് തത്തുല്യമായത്. അയാൾക്ക് നീ എന്ത് ഖൈറിന് വേണ്ടിയാണോ ദുആ ചെയ്തത്, ആ അത്രയും ഖൈർ നിനക്കും അല്ലാഹ് തരട്ടെ. പ്രാർത്ഥിച്ചവർ വേറൊരാൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വീകരിക്കാനും മലക്ക് ആമീൻ പറഞ്ഞു. ഈ പ്രാർത്ഥിച്ചവന് വേണ്ടിയിട്ട് അതേ ഖൈർ കിട്ടാൻ വേണ്ടി മലക്കാർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനൊരു വിഷയം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ഇറക്കല്ല, നിനക്ക് ഈ കാര്യം പറഞ്ഞു തരാം. അവിടെ പോകുന്ന സന്ദർഭത്തിൽ നമ്മളെപ്പോലുള്ള പിന്നെ സഹോദരന്മാർക്കോ ലെഹറുൽ ഖൈബിൽ ദുആ ചെയ്താൽ അവർക്കത് കിട്ടും. കാരണം മലക്ക് ആമീൻ പറയും. ദുആ മുസ്തജാബത്താണ്. നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നല്ല, നിനക്ക് പലതും നേടാനുണ്ട്, തത്തുല്യമായത് നിനക്ക് ഉണ്ടാകട്ടെ എന്ന് മലക്ക് നിനക്കും വേണ്ടി ദുആ ചെയ്യും. ഇതാണ് അതിൻ്റെ രീതി. ഇപ്പം വൃത്തം കിട്ടിയോ? ഇപ്പം ഇനി പറയും, എന്താ നമ്മളൊരാളോട് ദുആ ഇറക്കണം എന്നാണോ ഹദീസിലുള്ളത്? അതറിയാത്ത ഒരാൾക്ക് ഓർമ്മപ്പെടുത്താം. അതേമാതിരി ഹജ്ജിന് പോണ ഒരാളോട് നമുക്ക് പറയാം, അയാൾക്കിത് അറിയാത്ത ആളാണെങ്കിൽ, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നല്ല. ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറക്കലല്ല, മറിച്ച് ഇത് പറയണം. ഹജ്ജ് ഉംറ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അത് നല്ല സമയങ്ങളും നല്ല സ്ഥലങ്ങളുമാണ്. തൻ്റെ സഹോദരന് വേണ്ടി ലെഹറുൽ ഖൈബിൽ, അത് ഇയാൾക്ക് മാത്രമല്ല ഏതൊരാൾക്കും സഹോദരന് വേണ്ടി ഇനി ലെഹറുൽ ഖൈബിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുആ മുസ്തജാബത്താണ്. മലക്ക് ആമീൻ പറയുന്ന കാര്യമാണ്. നിനക്ക് അതുകൊണ്ട് ഖൈർ കിട്ടാനുണ്ട്. വലക ബിമിസ്ലിൽ നിന്ന് മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും.